വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വറൽ. നമ്മൾ ആപ്ലിക്കേഷനിൽ ഒരു സൈഡ് ബാർ ആഡ് ചെയ്യണം. നമ്മൾ ഇതുവരെ ഒരു നാവ് ബാർ ആഡ് ചെയ്തു. ഇനി റിയാക്ട് ബൂട്ട്സ്ട്രാപ്പ് ഉപയോഗിച്ച് നമുക്കൊരു സൈഡ് ബാർ കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ മെനൂസ് വിത്ത് ഐക്കൺസ് അവിടെ ആഡ് ചെയ്യണം. അതേപോലെ തന്നെ ആക്റ്റീവ് ആയിട്ടുള്ള മെനൂസിന് ഡിഫറൻറ്റ് സ്റ്റൈലും കൊടുക്കണം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. നമ്മളിപ്പോൾ നിലവിലുള്ളത് നാവ് ബാർ മാത്രമാണ്. ഇനി നമ്മൾ റിയാക്ട് ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഡോക്യുമെൻറ്റേഷനിലേക്ക് പോകാം. അതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നാവ് ബാർ ഐറ്റംസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നാവ് ബാറിൽ നമ്മൾ നാവ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓരോ മെനൂസിന് നമ്മൾ നാവ് എന്ന് പറയുന്ന എലമെൻ്റ് ആണ് ഉപയോഗിച്ചത് നാവ് ബാറിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്ക് സൈഡ് ബാറിൻ്റെ ഉള്ളിലും ഇതേപോലെ തന്നെ നമുക്ക് നാവ് എന്ന് പറയുന്ന എലമെൻ്റ് ഉപയോഗിക്കാം. റിയാക്റ്റിലോ അല്ലെങ്കിൽ റിയാക്ട് ബൂട്ട്സ്ട്രാപ്പിലോ നമുക്ക് സൈഡ് ബാർ എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിവ് ഉപയോഗിച്ചാണ് സൈഡ് ബാർ ചെയ്യേണ്ടത്. നമ്മുടെ കമ്പോണൻസ് ഫോൾഡറിൽ വന്നിട്ട് അവിടെ നമുക്ക് സൈഡ് ബാറിന് വേണ്ടിയിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ന്യൂ ഫയൽ sidebar.jsx ഒരു JSX ഫയലാണ്. അപ്പോൾ അതുകൊണ്ട് JSX കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഒരു ആരോ ഫംഗ്ഷൻ ഉപയോഗിക്കാം. കോൺസ്റ്റ് സൈഡ് ബാർ ഫയലിൻ്റെ അതേ പേര് കൊടുത്തിട്ടുണ്ട്. ഈക്വൽ ടു ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മുടെ HTML റിട്ടേൺ ചെയ്യേണ്ടത്. ഇനി ആ ഒരു സൈഡ് ബാർ എക്സ്പോർട്ട് ചെയ്യണം. എക്സ്പോർട്ട് ഡീഫോൾട്ട് ആയിട്ടാണ് ആ ഒരു കണ്ടന്റ് മാത്രമേ ഇതിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യാനുള്ളൂ. അതുകൊണ്ട് തന്നെ എക്സ്പോർട്ട് ഡീഫോൾട്ട് കൊടുത്തു. എക്സ്പോർട്ട് ഡീഫോൾട്ട് സൈഡ് ബാർ. ഇനി ഇവിടെ നമുക്ക് റിട്ടേൺ ചെയ്യണം. റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ലൈനിൽ എന്ത് കോഡാണോ കൊടുക്കുന്നത് അത് മാത്രമായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അതിന് താഴേക്കുള്ള കാര്യങ്ങൾ റിട്ടേൺ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് റിട്ടേൺ ചെയ്യുമ്പോൾ തുടക്കത്തിലൊരു ബ്രാക്കറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ബ്രാക്കറ്റ് താഴേക്കും കൂടെ പോകുന്നുണ്ട്. ആ ബ്രാക്കറ്റ് എൻഡ് ആയിട്ടില്ല. അപ്പോൾ മൊത്തം കംപ്ലീറ്റ് കാര്യങ്ങൾ റിട്ടേൺ ചെയ്യും. അപ്പോൾ ഒരു ബ്രാക്കറ്റ് ഇട്ടു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ഡിവ് കൊടുത്തു. ആ ഡിവിന് നമുക്ക് ഒരു ക്ലാസ് സൈഡ് ബാർ എന്ന് പറഞ്ഞാൽ ക്ലാസ് കൊടുക്കാം. ക്ലാസ് നെയിം സൈഡ് ബാർ. ഈ ഒരു ഡിവ് ആണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. ഈ ഒരു സൈഡ് ബാറിൻ്റെ ഉള്ളിൽ നമുക്ക് നാവിഗേഷൻ മെനൂസ് ആണ് വേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഡോക്യുമെന്റേഷനിൽ കണ്ടതുപോലെ ഇവിടെ നാവ് ലിങ്ക് ഈ ഒരു ഐറ്റം ഈ ഒരു ഐറ്റം ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി ഈ ഒരു എലമെന്റ് ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട്. കോപ്പി ചെയ്തിട്ട് ആ ഡിവിൻ്റെ ഉള്ളിൽ പേസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ റിയാക്ട് ബൂട്ട്സ്ട്രാപ്പ് എന്നാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു കണ്ടന്റ് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് ടോപ്പിൽ പ്ലേസ് ചെയ്യാം. ഇമ്പോർട്ടൊക്കെ ടോപ്പിലായിരിക്കണം. ടോപ്പിൽ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് നാവ് ബാറിൻ്റെ ഡ്രോപ്പ് ഡൗൺ ഐറ്റംസ് നമുക്ക് വേണ്ട. അത് ഞാൻ റിമൂവ് ചെയ്യാണ്. നാവ് ലിങ്ക് മാത്രം കൊടുത്തു. നാവ് എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ്, ആ കമ്പോണൻ്റ് ഉള്ളിൽ നാവ് ലിങ്ക് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയും മതി. ബാക്കിയുള്ള ആ ഒരു സെലക്ഷൻസ് നമുക്ക് ഇമ്പോർട്ട് റിമൂവ് ചെയ്യാം. അത് നമുക്ക് നാവ് മാത്രം മതി ഇവിടെ. ഓക്കെ, നമ്മൾ നാവ് ലിങ്ക് ആഡ് ചെയ്തു. ഇനി നമുക്ക് ഡീഫോൾട്ടായിട്ട് ഈ നാവ് എന്ന് പറയുന്ന കമ്പോണൻറ്റിൻ്റെ API ഡോക്യുമെൻറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നാവ്സ് ആൻഡ് ടാബ്സ് എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് വന്നു. അതിൽ നാവ്സിൻ്റെ APIയിൽ വന്നു. APIയിൽ വന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഓരോ ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. BS പ്രിഫിക്സ്, വേരിയൻ്റ്, ആക്റ്റീവ് കീ, ഡീഫോൾട്ട് ആക്റ്റീവ് കീ. അപ്പോൾ ഡീഫോൾട്ട് ആക്റ്റീവ് കീ കൊടുത്തത് ഡീഫോൾട്ട് ആക്റ്റീവ് കീ ദാറ്റ് ഈസ് സെലക്റ്റഡ് ഓൺ സ്റ്റാർട്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ നോക്കണം. ഓരോ കമ്പോണൻറ്റിനും എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ കമ്പോണൻറ്റിൽ വന്നിട്ട് നമുക്ക് ഡീഫോൾട്ടായിട്ട് നമ്മുടെ ഫസ്റ്റ് പേജ് സെലക്ട് ആയിട്ടിരിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ നാവ് ലിങ്കിന് നമ്മൾ href കൊടുക്കണം. ഈ href നമ്മൾ ആ ഒരു ഫസ്റ്റത്തെ നമ്മൾ ഡാഷ്ബോർഡാണ്. ഡാഷ്ബോർഡിന് സ്ലാഷ് കൊടുത്തു. എന്നവിടെ ഹോമിൻ്റെ അവിടെ നമ്മൾ ഡാഷ്ബോർഡ് കൊടുത്തു. ഇനി അടുത്തത് നമുക്ക് സ്റ്റുഡൻസ് എന്ന് കൊടുക്കാം. സ്റ്റുഡൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് 2-3 മെനൂസ് കൂടെ ആഡ് ചെയ്യാം. അടുത്തത് സ്റ്റാഫ്. ഇപ്പം നമുക്കിവിടെ മെനൂസൊക്കെ ആയിട്ടുണ്ട്. ഇനി ആക്റ്റീവായിട്ട് ബൈ ഡീഫോൾട്ട് നമുക്ക് ഹോം ആണ്, അതിനാണ് ആക്റ്റീവ് ക്ലാസ് കൊടുക്കേണ്ടതെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് ഡീഫോൾട്ട് ആക്റ്റീവ് കീ പ്രോപ്പർട്ടി കൊടുക്കണം. ഈ നാവ് എലമെൻറ്റിന് ഡീഫോൾട്ട് ആക്റ്റീവ് കീ ഈക്വൽ ടു എന്താണ് കൊടുക്കേണ്ടത്? അവിടെ ഒന്നുകിൽ ഒരു വേരിയബിൾ ആണെങ്കിൽ ഇങ്ങനെ കേളി ബ്രേസ് കൊടുക്കുക. വേരിയബിൾ അല്ല, നമ്മൾ ഹാർഡ് കോഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഡീഫോൾട്ട് ആക്റ്റീവ് കീ എന്ന് പറയുന്നത് സ്ലാഷ്, അതായത് ഈ ഡാഷ്ബോർഡാണ് ഡീഫോൾട്ടായിട്ട് കാണേണ്ട പേജ് എന്നുള്ളത് പറയാണ്. ഇനി നമുക്ക് ഈ ഒരു സൈഡ് ബാർ നമുക്ക് ഉപയോഗിച്ച് നോക്കാം. ആപ്പ് നാവ് ബാറിൽ വന്നിട്ട് ഇവിടെ നമ്മൾ ആ ഒരു സൈഡ് ബാർ യൂസ് ചെയ്യണം. നമ്മൾ പറഞ്ഞു ഒരു JSXൽ ഒരു കമ്പോണൻറ്റിന് ഒരു പാരന്റ് എലമെന്റ് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ആപ്പ് നാവ് ബാറും വേണം, സൈഡ് ബാറും വേണം. അപ്പോൾ അതൊരു പാരന്റ് എലമെന്റിന്റെ ഉള്ളിൽ റാപ്പ് ചെയ്യണം. ഒരു ഡിവിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു എലമെന്റിന്റെ ഉള്ളിൽ റാപ്പ് ചെയ്യണം. പക്ഷെ നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു ഡിവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇൻവിസിബിൾ ആയിട്ടുള്ള റിയാക്റ്റിലുള്ള ഒരു കമ്പോണന്റ് ആണ് ഫ്രാഗ്മെന്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ലെസ് ദാൻ സിമ്പിൾ, പിന്നെ ഗ്രേറ്റർ ദാൻ സിമ്പിൾ.
ഇങ്ങനെ, അതായത് നെയിം ഒന്നുമില്ലാത്ത ഓപ്പൺ ചെയ്യുന്ന ക്ലോസ് ചെയ്യുന്ന ഒരു എലമെൻറ്റ്, അതിനാണ് റിയാക്റ്റിലെ ഫ്രാഗ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിക്കുന്നത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് 2 കമ്പോണൻറ്റ് ഒരു പാരൻ്റ് എലമെൻറ്റിനുള്ള റാപ്പ് ചെയ്യണം. കാരണം JSXൻ്റെ റൂൾ എന്ന് പറയുന്നത് ഒരു പാരൻ്റ് കമ്പോണൻറ്റ് ഉണ്ടാകാൻ പാടുള്ളൂ. അതായത് നിങ്ങളിപ്പോൾ ഇവിടെ 2 പാരഗ്രാഫ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാരഗ്രാഫ് ഇതില്ലാതെ പി, അതൊരു പി ആയി, പിന്നെ അടുത്തൊരു പാരഗ്രാഫ് ഇങ്ങനെ. ഇത് തെറ്റാണ്. അവിടെ വാലിഡേഷൻ കാണിക്കുന്നുണ്ടോ? JSX എക്സ്പ്രഷൻസ് മസ്റ്റ് ഹാവ് 1 പാരൻ്റ് എലമെൻറ്റ്. അതായത് ഇതൊരു പാരൻ്റ് എലമെൻറ്റിൻ്റെ ഉള്ളിൽ റാപ്പ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് വേറൊരു എലമെൻറ്റിൻ്റെ ആവശ്യമില്ല. വേറൊരു എലമെൻറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് സ്റ്റൈലിംഗ് ഇഷ്യൂസ് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രാഗ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഫ്രാഗ്മെൻറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം നമ്മുടെ നാവ് ബാർ ഫ്രാഗ്മെൻറ്റിൻ്റെ ഉള്ളിലേക്ക് മാറ്റുക. എന്നിട്ട് നമ്മൾ സൈഡ് ബാർ കൂടെ ആഡ് ചെയ്യാം. സൈഡ് ബാർ ഞാൻ സെർച്ച് ചെയ്ത് അത് ഉപയോഗിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇമ്പോർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ സേവ് ചെയ്ത് നമുക്ക് ബ്രൗസറിൽ നോക്കാം. ബ്രൗസറിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു കണ്ടന്റ് വന്നിട്ടുണ്ട്, പക്ഷേ എങ്കിലും നമുക്കൊരു റോയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊരു കോളം അപ്രോച്ചിലേക്കാണ് നമുക്ക് വേണ്ടത്. കോളം അപ്രോച്ചിലേക്ക് വരാൻ വേണ്ടി നമുക്ക് CSSൻ്റെ ഫ്ലെക്സ് അപ്രോച്ചാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ബൈ ഡീഫോൾട്ട് ഫ്ലെക്സ് റോ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കോളം ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഫ്ലെക്സ് കോളം എന്ന് പറയുന്ന ക്ലാസ് ഉപയോഗിക്കാം. അവിടെ ക്ലാസ് നെയിം നാവിന് ക്ലാസ് നെയിം ഫ്ലെക്സ് കോളം എന്ന് കൊടുക്കുകയാണ്. ഫ്ലെക്സ് കോളം കൊടുത്തു. ഇപ്പോൾ നമുക്ക് ഫ്ലെക്സ് ആയിട്ട് സൈഡിലേക്ക് തന്നെ നിന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് കൂടെ സ്റ്റൈൽ ചെയ്യാം. നമുക്ക് ക്ലാസ് നെയിം കൊടുത്തത് സൈഡ് ബാർ ആണ്. അപ്പോൾ നമ്മൾ ഇൻഡെക്സിലോ ആപ്പിലോ വന്നിട്ട് നമുക്ക് സ്റ്റൈൽ എഴുതാം. app.css നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിലുള്ള ഡീഫോൾട്ട് ആയിട്ടുള്ള കണ്ടൻസ് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്യാണ്. റിമൂവ് ചെയ്തിട്ട് അവിടെ നമുക്ക് സൈഡ് ബാറിൻ്റെ ക്ലാസ് കൊടുക്കുകയാണ്. ജസ്റ്റ് ഫോർ ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഞാനൊരു ഓറഞ്ച് റെഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓറഞ്ച് റെഡ് കൊടുത്തപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ വന്നിട്ടുണ്ട്, പക്ഷെ വിഡ്ത്ത് കംപ്ലീറ്റ് ഫുൾ വിഡ്ത്താണ് വന്നിട്ടുള്ളത്. ജസ്റ്റ് ഒരു ഡിവ് ആണത്, വേറെ ഒന്നുമല്ല. നമ്മൾ എലമെൻറ്റ്സ് ഒക്കെ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഡിവ് മാത്രമാണ്. അപ്പോൾ ആ ഡിവിനെ നമ്മൾ വിഡ്ത്ത് കൂടെ സെറ്റ് ചെയ്യണം. 200 പിക്സൽ വിഡ്ത്ത് സെറ്റ് ചെയ്തു. അപ്പോൾ വിഡ്ത്ത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഹൈറ്റാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. നമ്മൾ സാധാ ബൂട്ട്സ്ട്രാപ്പിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് ഹൈറ്റ് കൂടെ സെറ്റ് ചെയ്യണം. ഹൈറ്റ് നമുക്ക് മാക്സിമം ഫുൾ ഹൈറ്റ് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നാവ് ബാറിൻ്റെ ഹൈറ്റ് മൈനസ് ചെയ്യും വേണം. അപ്പോൾ ഇവിടെ നമുക്ക് നാവ് ബാറിന് എത്രയാണ് ഹൈറ്റ് ഉള്ളതെന്ന് നോക്കാം. ഇൻസ്പെക്ട് ചെയ്തിട്ട് ആ ഒരു നാവ് എലമെൻറ്റ് സെലക്ട് ചെയ്തു. 56 ആണ് അതിൻ്റെ ഹൈറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കാൽക്ക് ഓഫ് 100 VH സ്പേസ് മൈനസ് സ്പേസ് 56px. അപ്പോൾ ഹൈറ്റും സെറ്റ് ആയിട്ടുണ്ട്. വേറെ സ്ക്രോളൊന്നും വരുന്നില്ല. അപ്പോൾ കറക്റ്റാണ് ഹൈറ്റ്. ഇനി നമുക്ക് കളറ് ചേഞ്ച് ചെയ്യാം. കളറ് തൽക്കാലം ഒരു ഡാർക്ക് കളറിൽ തന്നെ കൊടുക്കുകയാണ്. ഇനി ടെക്സ്റ്റിൻ്റെ കളറ് വൈറ്റ് ആക്കണം നമുക്ക്. അപ്പോൾ അതിന് എലമെൻറ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ കാണാം. അതല്ലെങ്കിൽ നമുക്ക് ആ ഒരു എലമെൻറ്റിന് തന്നെ സ്റ്റൈൽ കൊടുക്കുകയും ചെയ്യാം. ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു A ടാഗാണ്. അപ്പോൾ സൈഡ് ബാറിൻ്റെ ഉള്ളിലുള്ള A ടാഗ് നമ്മൾ നേരത്തെ ബൂട്ട്സ്ട്രാപ്പിന് കൊടുത്ത പോലെ തന്നെ ഇവിടെയും സ്റ്റൈൽ കൊടുക്കാൻ പറ്റും. സൈഡ് ബാറിൻ്റെ ഉള്ളിലുള്ള A ടാഗ്, അതിൻ്റെ കളറ് നമ്മൾ കൊടുക്കുന്നത് വൈറ്റ് ആണ്. അതേപോലെ തന്നെ ആക്റ്റീവ് ആയിട്ടുള്ളതിന് വേറെ സ്റ്റൈൽ കൊടുക്കണം. അപ്പോൾ നമ്മൾ ആക്റ്റീവ് ക്ലാസ് ഉണ്ടോ എന്ന് ചോദിക്കാം. അതെ, ആക്റ്റീവ് ക്ലാസ് ഉണ്ട് ഇവിടെ. സൈഡ് ബാറിൽ A.active, അതായത് A ടാഗ് ആക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സിൽ A ടാഗ്. അതിന് ടെക്സ്റ്റ് ഡെക്കറേഷൻ നമ്മൾ മുൻപ് ചെയ്തതുപോലെ തന്നെ അണ്ടർലൈൻ കൊടുക്കാം. ഇനി വേറെ കളേഴ്സ് ആയാലും കുഴപ്പമില്ല, എങ്ങനെയായാലും ഒരു ഡിഫറൻഷിയേഷൻ വന്നാൽ മതി അവിടെ. അപ്പോൾ ഇവിടെ നമ്മൾ സൈഡ് ബാർ ഓക്കെ ആയിട്ടുണ്ട്. ഹോവർ ചെയ്യുന്ന സമയത്ത് ബൈ ഡീഫോൾട്ട് ബൂട്ട്സ്ട്രാപ്പിൻ്റെ സ്റ്റൈൽ ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കുന്നുണ്ട്. ആ കളർ നമുക്ക് മാറ്റാൻ പറ്റും. ഹോവറിൽ സ്റ്റൈൽ എഴുതിയിട്ട് കളർ മാറ്റാം. തൽക്കാലം ഞാനത് മാറ്റുന്നില്ല. നിങ്ങൾ ജസ്റ്റ് അത് മാറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഹോവർ ക്ലാസ് ഉപയോഗിച്ചിട്ട്, അതായത് സ്യൂഡോ എലമെൻറ്റും സ്യൂഡോ ക്ലാസ്സസൊക്കെ ഉപയോഗിച്ച് ജസ്റ്റ് കളർ മാറ്റുക. അതൊരു ടാസ്ക് ആക്കി ചെയ്തിട്ട് നിങ്ങൾ കോഡ് കിറ്റിൽ കമ്മിറ്റ് ചെയ്യാം. ഇനി നമുക്ക് റെസ്പോൺസീവ് ഡിസൈൻ മോഡൊന്ന് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ കറക്റ്റ് ആണോ എന്നുള്ളത്. ഇൻസ്പെക്ട് ചെയ്തു, റെസ്പോൺസീവ് മോഡിലേക്ക് വന്നു. റെസ്പോൺസീവ് മോഡിലേക്ക് വന്നപ്പോൾ നമുക്ക് ആ ഒരു ടോഗിൾ വർക്ക് ചെയ്യുന്നുണ്ട്, അതായത് നമ്മൾ കൊളാപ്സ്. അപ്പോൾ കൊളാപ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ സൈഡ് ബാർ നമ്മളൊന്നും ചെയ്തിട്ടില്ല, സ്പെസിഫിക് ആയിട്ട് സ്റ്റൈലൊന്നും ചെയ്തിട്ടില്ല. ഇനി സൈഡ് ബാറിലേക്ക് നമുക്ക് ഐക്കൺസ് കൂടെ ആഡ് ചെയ്യണം.